അതായത് കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ കാര്യം ഇവിടെ ദരിദ്രർ കുറവാണെന്നുള്ളതാണ്. അതിന് നമ്മൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയിൽ ഒന്നാമതാണ്. അപ്പോൾ അതുകൊണ്ട് 2025 ആകുമ്പോഴേക്കും നമ്മൾ ദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമാവാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻ്റർനെറ്റിലെ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, അതാണ് ഭാവിയിൽ മനുഷ്യൻ്റെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഡേറ്റയിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ ഡേറ്റ ഉപയോഗിക്കാനുള്ള കഴിവ് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ആ കഴിവ് വർദ്ധിപ്പിക്കേണ്ടി വരും. നമ്മൾ അവസാനം എങ്ങനെയാണ് ഈ വിജയത്തിന് അളക്കാൻ പോകുന്നത്? ഒരാൾ വിജയിച്ചോന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പോകുന്നു? അതിനുള്ള മെത്തേഡ്, ഈ സക്സസിനെ വിജയത്തിനെ അളക്കാനുള്ള മാർഗം ഒരാൾ എന്ത് നൽകിയെന്ന് നോക്കുകയാണ്, എന്ത് നേടിയെന്ന് നോക്കിയായിരിക്കും. താങ്കൾ സർവീസ് സ്റ്റോറി എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതോ എഴുതിയിട്ടുണ്ടോ? എഴുതി തുടങ്ങില്ല? ഒന്നും എഴുതിയിട്ടില്ല. ഇതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ ഒരക്ഷരം പോലും എഴുതിയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഈ സർവീസിലുള്ള സമയത്ത് ചില കോണ്ടാക്ട് റൂൾസ്, അതെ. അപ്പം ഞാൻ ഈ റൂളുകളെല്ലാം വളരെ കൃത്യമായിട്ട്, അത് കഴിഞ്ഞാലാണല്ലോ എല്ലാവരും എഴുതാറ്. ഇതുവരെ ഏതായാലും ഒന്നും എഴുതിയിട്ടില്ല. ഈ ശരിക്കും സാഹിത്യമാണോ? എഴുത്തും ധാരാളം നടത്തിയിട്ടുണ്ട്. സാഹിത്യമായിരുന്നോ യഥാർത്ഥത്തിൽ എൻജോയ് ചെയ്ത് കൂടുതൽ, അതോ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു? അത് രണ്ടും ഒരുമിച്ചാണ്. രണ്ട് നല്ല മേഖലകൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി, ഒരു സമൂഹത്തിനെ നമ്മൾ ഇപ്പോൾ ഉള്ള നിലയിൽ നിന്ന് കുറച്ചുകൂടെ എങ്ങനെ നല്ല നിലയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു പരിശ്രമമാണ്. അപ്പോൾ മൊത്തം ഒരു സമൂഹത്തിൻ്റെ ഭൗതിക ജീവിതം, അഡ്മിനിസ്ട്രേഷൻ ഭൗതിക ജീവിതത്തിലാണ്. ഈ ഭൗതിക ജീവിതത്തിനെ എങ്ങനെ കുറച്ചുകൂടെ നല്ല നിലയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പം ആ കാഴ്ചപ്പാടിലൂടെ അത് കുറച്ചുകൂടെ, അത് എല്ലാം ഒത്തിരി ഉടനെ എല്ലാം പെർഫെക്റ്റ് ആവുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ ഉള്ള നിലയിൽ നിന്ന് അത് കുറച്ചുകൂടെ നന്നാവുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ആ പരിശ്രമം നമുക്ക് വളരെ രസകരമാണ്. അത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, നമ്മളൊരു പരിശ്രമം നടത്തുന്നു, ആ പരിശ്രമത്തിലൂടെ ഇത് നന്നായി വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ ഒരു സുഖമുണ്ട്. അതാണ് ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഗുണം. സാഹിത്യം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ലോകം അത് ഭാവാത്മകമായിട്ട് പരിണമിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ്. അത് സ്വന്തം മനസ്സിൻ്റെ ലോകം പരിണമിക്കുന്നതോടൊപ്പം തന്നെ അത് വായിക്കുന്ന ഈ അനുവാചകരുടെ മനസ്സിൻ്റെ ലോകവും അല്പം ഒന്ന് പരിണമിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരെ ഈ പുതിയ ലോകങ്ങൾ അല്ലെങ്കിൽ പുതിയ ഭാവങ്ങളുടെ ലോകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ആ ലോകത്തിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാതെ കൊണ്ടിക്കൊണ്ട് വാങ്ങുകയില്ല. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഭാവാത്മകമായ ഒരു ലോകം നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ അനുഭവങ്ങളെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ, അവരെ ആ ലോകം ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഒക്കെ ഉള്ള ഒരു പ്രക്രിയയാണ് സാഹിത്യം. അതും വളരെ രസമാണ്. ഇത് രണ്ടും ഒന്ന് കൂടുതൽ ബാഹ്യമാണ്, മറ്റത് ആന്തരികമാണ്. ഇതല്ലേ ഇതിന് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് അഡ്മിനിസ്ട്രേഷന് വളരെ രസകരമായിട്ടുള്ളൊരു പ്രക്രിയയായിട്ട്. താങ്കൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചത് കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി വളരെയധികം വാചാലനായി സംസാരിച്ചു. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചൊക്കെ നല്ല കുറച്ച് പഠനങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവാൻ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം? ഈ കാലാവസ്ഥാ വ്യതിയാനവും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിന് നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗത്തിൻ്റെ പേരാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ മേഖലയിൽ അത് നമുക്ക് ഒത്തിരി അവബോധം ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. മാനസികമായിട്ട് മനുഷ്യർക്കെല്ലാം അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഗവൺമെൻറ് നയങ്ങൾ, സമൂഹത്തിൻ്റെ നയങ്ങൾ തന്നെ എല്ലാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ രീതിയിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്. അതിനിപ്പോൾ വരുംകാലത്ത് വലിയൊരു മാറ്റമായിരിക്കും. മനുഷ്യൻ്റെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ, സാമ്പത്തിക വ്യവസ്ഥയുടെ മുന്നോട്ടുള്ള പോക്കിൽ, ഗവൺമെൻറ്റുകളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിലെല്ലാം ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കയറി വരും. അപ്പോൾ അത്തരം മേഖലകൾ നമ്മൾ കൂടുതൽ പഠിച്ച് എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, അത് ജീവിതത്തിലേക്ക് എങ്ങനെയാണ്, മനുഷ്യജീവിതത്തിലേക്ക് എങ്ങനെയാണ് വരാൻ പോകുന്നത്, ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള റിസർച്ചും അത് കൂടുതൽ അതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കലും ഒക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ കുറേ മേഖലകൾ നമ്മൾ കവർ ചെയ്തു. നമ്മൾ ചില കാര്യങ്ങൾ, ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ IAS, താങ്കളൊരു വളരെ ചെറുപ്പത്തിൽ IAS നേടി ഉന്നത വിജയം, 38 വർഷത്തോളം സർവീസിൽ പ്രവർത്തിച്ചു. നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് മലയാളികൾ, അവർക്ക് ഈ ഒരു നിർദ്ദേശം നൽകാനുണ്ടോ? എങ്ങനെയാണ് ഈ കടമ്പ കടക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു മാർഗം? അതായത് നമ്മൾ നേരത്തെ പണ്ടത്തെ കാലത്ത് ആളുകൾക്ക് വളരെ കുറച്ച് മാർഗ്ഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ജീവിതത്തിൽ.
അതായത് ഇപ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പം വളരെ ചുരുക്കമായി ഒന്നിന് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുക 2-3 കാര്യങ്ങൾ. പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ അതുപോലെ 2-3 കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ ഒരു വ്യത്യാസമുള്ള ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിലും നമ്മുടെ സമൂഹത്തിൻ്റെ ഘടനയിലുള്ള ഒരു വ്യത്യാസം, ഇപ്പോൾ മനുഷ്യന് വളരെയധികം വൈവിധ്യമാർന്ന എക്സ്പോഷർ മാത്രമല്ല വൈവിധ്യമാർന്ന രീതികൾ ഉണ്ട്. ഇപ്പോൾ ഇന്ന് സാങ്കേതികവിദ്യ വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു. സാങ്കേതികവിദ്യയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് ഇപ്പം ആളുകൾക്ക് പ്രയത്നിക്കാവുന്ന മേഖലകൾ അല്ലെങ്കിൽ പ്രവർത്തിക്കാവുന്ന മേഖലകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നു. വളരെ നല്ല സംഭാവനകൾ എല്ലാവർക്കും നൽകാനും മനുഷ്യൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള മേഖലകൾ ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കടമ്പ കടക്കേണ്ട രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം പണ്ട് ഈ വളരെ ചുരുക്കം മേഖല ഉള്ളപ്പോഴാണ് നമ്മളത് കടന്നു കിടണം എന്നുള്ള തോന്നൽ വരുന്നത്. ഇപ്പം ആ രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ കഴിവുകൾ അനുസരിച്ച് ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത് ആ വ്യക്തിയുടെ കഴിവുകൾക്കനുസരിച്ച് ഏത് മേഖലയിലാണ് എനിക്ക് എൻ്റെ കഴിവുകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനും ആ കഴിവുകൾ ഉപയോഗിച്ച് സമൂഹത്തിനും എനിക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ നല്ലൊരു വ്യക്തിയായിട്ട് വികസിക്കാനും സാധിക്കുക എന്ന ചിന്തയാണ് ഇപ്പോഴത്തെ തലമുറയെ ഭരിക്കേണ്ടത്. അപ്പോൾ അതിന് അവരവരുടെ കഴിവുകളിലേക്ക് നോക്കുകയും സമൂഹത്തിൽ അതിനുള്ള ഒരു അവസരങ്ങൾ നൽകുന്ന ഏത് മേഖലയാണോ ആ മേഖലകളിൽ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ കുറേ കഴിയുമ്പോൾ അവർക്ക് വലിയ സംഭാവന നൽകുവാനായിട്ട് സാധിക്കും. കാരണം ആ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് ഈ പരീക്ഷകളിലുള്ള വിജയമായിട്ട് മാത്രം അല്ലെങ്കിൽ വളരെ വിജയത്തിന് വളരെ ഇടുങ്ങിയ രീതിയിൽ നിർവചിക്കുന്ന ആ കാലം കുറച്ച് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിനെക്കുറിച്ചുള്ള ഒരു നല്ല നിർവചനം സക്സസ് ഈസ് ടു ബി മെഷേർഡ് നോട്ട് ഇൻ ടേംസ് ഓഫ് അക്യുമുലേഷൻ ബട്ട് ഇൻ ടേംസ് ഓഫ് കോൺട്രിബ്യൂഷൻസ് എന്നുള്ളൊരു നിർവചനം. അതായത് നമ്മൾ അവസാനം എങ്ങനെയാണ് ഈ വിജയത്തിന് അളക്കാൻ പോകുന്നത്, ഒരാൾ വിജയിച്ചോന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പോകുന്നു, അതിനുള്ള മെത്തേഡ് ഈ സക്സസിനെ വിജയത്തിനെ അളക്കാനുള്ള മാർഗം ഒരാൾ എന്ത് നൽകിയെന്ന് നോക്കിയാണ്, എന്ത് നേടിയെന്ന് നോക്കിയായിരിക്കും. പലപ്പോഴും സമൂഹം അല്ലെങ്കിൽ ലോകത്തിൽ എന്ത് നേടിയെന്ന് നോക്കിയിട്ടുള്ള വിജയ നിർണയം ആണ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അല്പം പുരാതനമായിട്ടുള്ള ഒരു രീതിയാണ്. പക്ഷേ ആധുനികമായിട്ടുള്ള വിജയത്തിൻ്റെ രീതി, അളവ് രീതി എന്ത് നൽകിയെന്ന് നോക്കിയായിരിക്കണം. ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും നോക്കേണ്ടത് നമുക്ക് നമ്മുടെ കഴിവുകൾ കൊണ്ട് എന്ത് നൽകാനായിട്ടാണ് സാധിക്കുക. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു പാത വെട്ടി തുറക്കാനായിട്ട് സാധിക്കും. അതിനുള്ള വളരെ വൈവിധ്യമാർന്ന അവസരങ്ങളാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ കൃഷിയിൽ നിന്നുള്ള സാങ്കേതിക വിദ്യകൾ എന്തെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ടെക്നോളജിയുടെ മേഖലകളിൽ എന്തെല്ലാം മേഖലകളുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഈ സാങ്കേതികവിദ്യ അല്ലാത്ത മേഖലകളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ മേഖല, ആരോഗ്യത്തിൻ്റെ മേഖലകൾ. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം, ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എത്ര കണ്ട് അത് നമ്മുടെ കേരള സമൂഹത്തിന് അല്ലെങ്കിൽ കേരള സർവീസിന് ഗുണകരമാകും എന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാൻ കഴിയും. അതായത് ഗവൺമെൻറ്റിനെ നമ്മൾ ഒരു സമൂഹത്തിന് ഇപ്പോൾ നമ്മുടെ ഇതുപോലെ വികസ്വര സമൂഹങ്ങളിൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ എൻജിനാണ്. ഇപ്പോൾ നമ്മളൊരു ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ അതിന് എൻജിൻ ആണല്ലോ അതിനെ നിയന്ത്രിക്കുന്നത്, അതിൻ്റെ സ്പീഡും എല്ലാം നിയന്ത്രിക്കുന്ന എൻജിനാണ്. അതുപോലെ സമൂഹത്തിൻ്റെ ഈ പോക്കിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വേഗത്തെ നിശ്ചയിക്കുന്നത് ഈ സർക്കാർ എന്ന് പറയുന്ന ഒരു എൻജിനാണ്. അപ്പോൾ അതിൻ്റെ ആ എൻജിൻ്റെ ശക്തി അനുസരിച്ച്, അതിൻ്റെ പ്രവർത്തന വേഗതയനുസരിച്ച്, അതിൻ്റെ ദിശയനുസരിച്ച് നമ്മുടെ സമൂഹത്തിന് മാറ്റങ്ങൾ വരും. അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൽ അതിൻ്റെ ദിശ നിർണ്ണയിക്കാൻ, അതിൻ്റെ വേഗത നിർണ്ണയിക്കാൻ, അതിൻ്റെ പോക്കിനെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ആ മാനേജ്മെൻറ്റിൻ്റെ ഘടകങ്ങൾ വളരെ വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഉന്നത മാനേജ്മെൻറ്റ് മേഖലയിൽ, അതിൻ്റെ മധ്യ മേഖലയിൽ, അതിൻ്റെ താഴ്ന്ന ലെവലിലെല്ലാം മനുഷ്യ വിഭവശേഷി, അതിൻ്റെ ദിശ, അതിൻ്റെ ആ ഗുണം, ക്വാളിറ്റി, ഇതൊക്കെ വളരെ പ്രധാനമാണ് ഗവൺമെൻറ്റിൽ. കാരണം അതനുസരിച്ച് ഈ സർക്കാരിൻ്റെ എഞ്ചിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതി മാറി വരും. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഈ KAS നമ്മുടെ മിഡിൽ മാനേജ്മെൻറ്റ് ശക്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഏറ്റവും ഹയർ ലെവൽ മാനേജ്മെൻറ്റിൽ ഔദ്യോഗിക തലത്തിൽ IAS സർവീസാണ് കൂടുതൽ ഉള്ളത്. മിഡിൽ മാനേജ്മെൻറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു മാനേജ്മെൻറ്റ് ശക്തിപ്പെടുത്തുന്ന ഒരു മേഖലയായിട്ട് KAS ഉദ്യോഗസ്ഥന്മാർ വരും. അതിൻ്റെ ഭാഗമായിട്ട്
മാനേജറിയൽ സിസ്റ്റത്തിൽ വ്യത്യാസം വരും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ വേഗതയിൽ വ്യത്യാസം വരും. അതെല്ലാം നമ്മുടെ വികസനത്തിനും സമൂഹ സൃഷ്ടിക്കൊക്കെ പ്രയോജനപ്പെടും. കേരളത്തിൻ്റെ പ്രത്യേക മറ്റൊരു സാഹചര്യം നമ്മൾ കെ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. കെ ഫോൺ നമ്മുടെ സാധാരണ മനുഷ്യരിലേക്ക് എങ്ങനെയാണ് അത് കൂടുതൽ പ്രയോജനപ്രദമായ രീതിയിൽ എത്തിച്ചേരുക? കെ ഫോൺ എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർനെറ്റ് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ രീതി ഇൻ്റർനെറ്റ് വളരെ വ്യാപകമായിട്ട് വരുന്നു. ഇനിയിപ്പം ഭാവിയിൽ എല്ലാ കമ്മ്യൂണിക്കേഷനും ഇൻ്റർനെറ്റിലേക്ക് മാറുന്നു. അപ്പം ഇൻ്റർനെറ്റിലെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ അതാണ് ഭാവിയിൽ മനുഷ്യൻ്റെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഡാറ്റയിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ ഡാറ്റ ഉപയോഗിക്കാനുള്ള കഴിവ് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ആ കഴിവ് വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ അവൈലബിലിറ്റി, കൂടുതൽ ഡാറ്റ ഉപയോഗിക്കാനുള്ള കഴിവ് എല്ലാവർക്കും കൂട്ടുക എന്നുള്ളതാണ് കെ ഫോണിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിന് സ്വകാര്യ രംഗത്ത് പല കമ്പനികളുമുണ്ട്. അത് ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്നതാണ് കെ ഫോൺ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലിപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ ഡാറ്റ ഉപഭോഗത്തിൽ മലയാളികൾ മുമ്പിലാണ്. ഇപ്പോൾ നമ്മളൊരു ദിവസം ഒരു ശരാശരി മലയാളി പ്രതിദിനം ഉപയോഗിക്കുന്ന ഡാറ്റ അത്രയും ഡാറ്റ വേറെ ആരും ഇന്ത്യയിൽ ഒരു സംസ്ഥാനം ഉപയോഗിക്കുന്നില്ല. മറ്റൊരാൾ ലോകത്ത് തന്നെ കുറവായിരിക്കും. അപ്പോൾ അത്രയും ഡാറ്റ നമ്മൾ ഉപയോഗിക്കാൻ ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇനിയും നമ്മൾ വളരെയധികം ഇതിൽ മുന്നോട്ട് പോകും, ഡാറ്റ ഉപഭോഗം. അപ്പോൾ അതിൽ മുന്നോട്ട് പോകുമ്പോൾ അത്രയും ഡാറ്റ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് വീടുകളിലും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഉപയോഗത്തിനൊക്കെ ചിട്ടപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അത് അവർക്ക് കൊടുക്കാനായിട്ട് കെ ഫോൺ വളരെയധികം സഹായിക്കും. അതുപോലെ മറ്റൊരു നമ്മുടെ സർക്കാരിൻ്റെ മറ്റൊരു പ്രവർത്തനം AI ക്യാമറകൾ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പോലും അതിനെ വളരെയധികം പ്രശംസിച്ച് പറയുകയുണ്ടായി. AI ക്യാമറകൾ സ്ഥാപിച്ചതിലൂടെ വളരെയധികം സുതാര്യത കാര്യങ്ങൾക്ക് വന്നു. റോഡ് അപകടങ്ങൾ കുറയാനും അതുപോലെ മനുഷ്യൻ്റെ സുരക്ഷയ്ക്ക് കുറച്ച് നന്നായി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് നിരീക്ഷണം. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഇതിൽ നമ്മൾ ഈ ടെക്നോളജിയുടെ ഉപയോഗം, അതായത് കേരളത്തിൽ വളരെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വന്നത് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു മേഖല കേരളത്തിന് സമ്പൂർണ്ണ ഈ ഗവേണൻസ് കൊണ്ടുവരാനുള്ള ഒരു മേഖല വളരെ പ്രധാനമാണ്. നമുക്കറിയാം ഈ കാര്യത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അത് കേരളം ഈ മേഖലയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വളരെ മുമ്പിലാണ് ഈ പർട്ടിക്കുലർ മേഖലയിൽ. കാരണം ഒരു ഗവൺമെൻറ്റിനെ മൊത്തം കടലാസ് രഹിതമാക്കാൻ ഉള്ളൊരു പ്രവർത്തനം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും തുടങ്ങിയിട്ട് പോലുമില്ല. പക്ഷെ നമ്മളിവിടെ അത് ഫൈനൽ സ്റ്റേജിലെത്തി. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഓഫീസുകളും എല്ലാ ഫയലുകളും കടലാസല്ലാതെ ഇലക്ട്രോണിക്കായിട്ട് മാറുകയാണ്. അത് മാറുന്ന പ്രക്രിയ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാവും വലിയ താമസമില്ലാതെ. മാത്രമല്ല ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ അതെല്ലാം പേപ്പർ മാറിയിട്ട് എല്ലാം ഇലക്ട്രോണിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ. അത് കുറേ കഴിയുമ്പം ഈ കേരളത്തിലെ എല്ലാ ഓഫീസുകളിലും കടലാസില്ലാതെ ഫയലുകളില്ലാതെ എല്ലാം ഇലക്ട്രോണിക്കായിട്ട് കമ്മ്യൂണിക്കേഷൻ എല്ലാം മാറുന്നത് വളരെ അടുത്ത് തന്നെ പൂർത്തിയാവുക ആ പ്രവർത്തനം. അത്തരത്തിൽ നമ്മൾ വളരെ അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അത് വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ പോലെ ഇത്രയും സംവിധാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രീതിയിൽ മാറും. ആ രീതിയിൽ കേരളം മാറിക്കൊണ്ട് അതുപോലെ നമ്മുടെ കേരളത്തിൽ ആ രീതിയിൽ വരുമ്പോൾ നമ്മൾ പല സെക്ടറിലും ഈ ടെക്നോളജി ഇതുപോലെ ഉപയോഗിച്ച് നമുക്ക് വളരെ വലിയ നേട്ടങ്ങൾ നേടാൻ നമുക്ക് സാധിക്കാൻ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആശുപത്രികളുടെ രീതി, രോഗികൾ പോയിട്ട് അത് ആശുപത്രികൾ ഉപയോഗിക്കുന്ന രീതി തന്നെ നമ്മൾ മാറുകയാണ് ഹെൽത്തിൽ വരുമ്പോൾ. അതെല്ലാം സാങ്കേതികവിദ്യയാണ്. സാങ്കേതിക ഉപയോഗിക്കുമ്പോൾ ആശുപത്രികൾ ഉപയോഗിക്കുന്ന രീതി മാറുന്നു. വിദ്യാഭ്യാസം നമ്മളെങ്ങനെ മനുഷ്യനെ ഉപയോഗിക്കുന്ന രീതി, വലിയ മാറ്റങ്ങൾ, വളരെ ഗുണങ്ങൾ ടെക്നോളജി ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുന്നു. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ടെക്നോളജി ഉപയോഗിക്കുന്നതിലൂടെ വളരെ മാറ്റങ്ങൾ വരുന്നു, വളരെ മെച്ചപ്പെടുന്നു. സേവനങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്ന രീതി വളരെയധികം മാറുന്നു. ഡിജിറ്റൽ സർവേ നടത്തിയിട്ട് നമ്മുടെ ലാൻഡ് റെക്കോർഡ് അതിൻ്റെ സ്മാർട്ട് വില്ലേജ് മാറുന്നു. അങ്ങനെ സമസ്ത മേഖലകളിലും നമ്മൾ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ജീവിതത്തിനെ ആധുനികവൽക്കരിക്കുകയും വളരെ ലളിതമാക്കുകയും എളുപ്പമാക്കുകയും അങ്ങനെ സേവനങ്ങളെല്ലാം വളരെ എളുപ്പമാക്കുകയും അങ്ങനെ ജീവിതത്തിനെ വളരെ ഫലപ്രദമാക്കുകയും ചെയ്യാനുള്ള ഒരു പ്രവർത്തനം അതാണ് ചെയ്യുന്നത്. അത്തരം പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ പലതരത്തിലുള്ള ടെക്നോളജി എല്ലാ വകുപ്പുകളിലും അതിൽ പൊട്ടൻഷ്യലുണ്ട്. അത് ഉപയോഗിക്കണം. എങ്കിലും നമുക്ക് നല്ല ആധുനിക സമൂഹം വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ക്ലീൻ കേരള കൺസെപ്റ്റ്, ഇപ്പോൾ നമ്മുടെ ഈ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ വളരെ അധികം നല്ല രീതിയിൽ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്.
ഇത് ഇതിന് ചില ഇതിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാട്, ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉൾപ്പെടെ? അതായത് കേരളത്തിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും പൊതുവേ നല്ലൊരു മതിപ്പാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണല്ലോ നമ്മൾ പറയുന്നത്, സ്വന്തം നാട്. അത് ശരിയുമാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്. പക്ഷേ കേരളത്തിനെക്കുറിച്ച് ഉള്ള മതിപ്പ് അല്പം കുറയ്ക്കുന്ന ഒരു ഫാക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. ആ ഒരു മേഖലയിലും കൂടി നമ്മൾ കുറച്ചുകൂടെ മുന്നേറിയാൽ പിന്നെ കേരളത്തിനെക്കുറിച്ച് ആർക്കും ഒന്നും കുറ്റം പറയാനില്ല. അറിഞ്ഞില്ലാവും. അപ്പോൾ ആ രംഗത്ത് നമ്മൾ ഒത്തിരി നേട്ടങ്ങളൊക്കെ നമ്മൾ നേടിയിട്ടുണ്ട് കുറേയൊക്കെ. പക്ഷേ എങ്കിലും ഇപ്പോഴും കുറച്ചുകൂടെ ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകേണ്ട കാര്യമുണ്ട്. കാരണം ഈ വേസ്റ്റ് കൂട്ടി എവിടെയെങ്കിലും കൂട്ടിയിടുക, അതായത് ലിക്വിഡ് വേസ്റ്റ്, നമ്മുടെ ഈ സെപ്റ്റിക് ടാങ്കേജിൻ്റെ വേസ്റ്റ്, സെപ്റ്റേജ്, അത് പ്രോസസ്സ് ചെയ്യാൻ ഉള്ള സംവിധാനങ്ങൾ നമുക്ക് ആവശ്യത്തിനില്ല. അത് ആളുകൾ പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യാതെ അത് ജലാശയങ്ങളിലും മറ്റുമൊക്കെ നിക്ഷേപിക്കുന്ന ഏർപ്പാട് ചെയ്യുക. അതുപോലെ തന്നെ ഈ സോളിഡ് വേസ്റ്റ് നമ്മൾ റോഡരികിൽ കൂട്ടിയിടുക, അല്ലെങ്കിൽ അത് ഒന്നുപോലെ കൂട്ടിയിടുക, അത് പ്രോസസ്സ് ചെയ്യാതിരിക്കുക. ഈ തരത്തിൽ എവിടെയെങ്കിലും ഒരു പ്രദേശം കണ്ടു കഴിഞ്ഞാൽ നാളെ അതിനെക്കുറിച്ച് ഈ അത്തരത്തിലുള്ളൊരു പ്രദേശത്തിനെക്കുറിച്ച് വളരെ മോശമായ ഒരു അഭിപ്രായം ഉണ്ടാകുന്ന സ്ഥിതി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രയത്നിച്ച് ഈ മേഖല കൂടി വളരെ അഡ്വാൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത്തരത്തിലൊരു പ്രവർത്തനം ഇപ്പം ആരംഭിച്ചിട്ടുണ്ട് കാര്യമായിട്ട്, വളരെ കാര്യമായിട്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തലും അതിനുവേണ്ടിയുള്ള പ്രോജക്റ്റുകൾ നടപ്പാക്കലും അതിനു വേണ്ടിയിട്ടുള്ള പിന്നെ ഈ പ്രോസസ്സ് സംവിധാനങ്ങൾ കളക്ട് ചെയ്യാനും ഇത് ശേഖരിക്കാനും അത് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കലൊക്കെ വളരെ ഊർജ്ജമായി നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് നമ്മൾ ആ മേഖലയിൽ നല്ല നേട്ടം. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം. നമ്മുടെ സംസ്ഥാനത്തെ ദരിദ്രർ, പ്രത്യേകിച്ച് അതിദരിദ്രർ, അവരുടെയൊക്കെ ഒരു സംരക്ഷണത്തെ പറ്റി പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെയധികം താല്പര്യമെടുത്ത് ചില പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? അതായത് കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ കാര്യം ഇവിടെ ദരിദ്രർ കുറവാണെന്നുള്ളതാണ്. അതിന് നമ്മൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയിൽ ഒന്നാമതാണ് 4 വർഷമായിട്ട്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ദാരിദ്ര്യമാണ്, പോവർട്ടി കുറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ 0.7% നമ്മുടെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി. അത് ചില സംസ്ഥാനങ്ങളിൽ 50% കൂടുതലാണ്. അപ്പോൾ കേരളത്തിൽ അത് കുറയുമെന്നുള്ളത് നമുക്ക് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ കുറഞ്ഞിരിക്കുന്ന ഈ 0.7% അത് കണ്ടെത്താനുള്ള ഒരു പരിശ്രമം ഗവൺമെൻറ് നടത്തി. അതിദാരിദ്ര്യ സർവേ നടത്തി 64,007 കുടുംബങ്ങളെ കണ്ടെത്തി, 7 വ്യക്തികളെ കണ്ടെത്തി. ആ വ്യക്തികൾ അതിദാരിദ്ര്യ തലത്തിൽ നിൽക്കുന്ന എന്തുകൊണ്ടാണ്, അവർക്ക് എങ്ങനെയാണ് അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതിൻ്റെ മൈക്രോ പ്ലാൻ ഉണ്ടാക്കി. ഈ അതിസൂക്ഷ്മ പ്ലാൻ ഇപ്പോൾ നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് 2025 ആകുമ്പോഴേക്കും നമ്മൾ ദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമാവാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയൊരു ലക്ഷ്യമാണ്. തീർച്ചയായിട്ടും ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ നമ്മളെ വിസ്മയിപ്പിക്കുന്ന അത് കണ്ട് നമ്മുടെ ഈ നേട്ടം കണ്ട് തീർച്ചയായിട്ടും നമുക്ക് വളരെ അഭിമാനകരമായ നേട്ടമാണ്. കാരണം ഞങ്ങൾ ഇപ്പോൾ അടുത്തിടെ വിദേശരായിരുന്നു, അമേരിക്കയിൽ പോയപ്പം നമ്മൾ വൈറ്റ് ഹൗസിൻ്റെ അടുത്തൊരു ഹോട്ടലിലാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ വൈറ്റ് ഹൗസിലേക്ക് നടന്നു അത് കാണാനായിട്ട്, നോക്കാൻ കഴിഞ്ഞിട്ട്. അപ്പോൾ പോയ വഴിക്ക് വലിയ ദൂരമില്ല, കുറച്ച് ദൂരം നടന്നു. ഇപ്പോൾ 2 യാചകരെ കണ്ടു അവിടെ. അപ്പം അത്രയും വലിയ സാമ്പത്തിക ശക്തിയുള്ള രാജ്യത്തും ഈ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രത്യേകിച്ച് അത് മുഴുവൻ ഏതെങ്കിലും സമൂഹം, ഏതെങ്കിലും സംസ്ഥാനം അത് നേടാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു ലക്ഷ്യം തന്നെയാണ്. കേരളം ആ പാതയിലാണ്. അതുപോലെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ പഠിക്കണ്ട, വിദേശത്ത് പോയി പഠിച്ചാൽ മതി, ഇവിടെ ജോലി ചെയ്യേണ്ട, വിദേശത്ത് പോയി ജോലി ചെയ്താൽ മതി, ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരുന്നുണ്ടോ? അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളതെങ്ങനെ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഒരു കാരണം, 2 കാരണമുണ്ട്. ഒരു കാരണം വളരെ എംപ്ലോയബിളായിട്ടുള്ള നല്ല സ്കില്ലൊക്കെ ഉള്ള യുവാക്കന്മാരുടെ എണ്ണം, അഭ്യസ്തവിദ്യരായവരുടെ എണ്ണം നമുക്ക് ഇവിടെ കൂടുതലുണ്ടെന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം നമ്മുടെ എല്ലാവരും
എൻറോൾ ചെയ്യുന്ന എല്ലാവരും 12ാം ക്ലാസ് കഴിയുന്നു, പിന്നെയും പഠിക്കുന്നു. അങ്ങനെ ഇവിടുത്തെ യുവാക്കന്മാരെല്ലാം പഠിക്കും. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ട് അവരുടെ സ്കില്ലിനനുസരിച്ചുള്ള തൊഴിലിൻ്റെ മേഖലകൾ ഇവിടെ അത്രയും ഇല്ല എന്നുള്ളൊരു തോന്നലാണ്. അത്രയും അവർക്കെല്ലാം അവർക്ക് പറ്റിയ അവരുടെ ആസ്പിറേഷൻ അനുസരിച്ചുള്ള തൊഴിൽ കൊടുക്കാനായിട്ട് നമ്മുടെ സ്റ്റേറ്റിന് സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് പലർക്കും വിദേശത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ അവരുടെ അവർക്ക് യോജിച്ചൊരു തൊഴിൽ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഇവർ കൂടുതൽ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ പോകുന്നതെല്ലാം അവിടുത്തെ കുറേ പേരൊക്കെ പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം അവിടെയാണെന്ന് ധരിച്ചു പോകുന്നവരുണ്ടാവും. അപ്പം മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മാത്രമല്ല, തൊഴിലുമായിട്ടുള്ള ഒരു ബന്ധം, ലിങ്കേജ്, അവിടുത്തെ തൊഴിൽ കൂടുതൽ ശമ്പളം കിട്ടുന്നതാണ്, അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ടതാണ്, അല്ലെങ്കിൽ കിട്ടാൻ എളുപ്പമാണ് ഇവിടത്തേക്കാളും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ് കൂടുതൽ പേര് ഇങ്ങനെ പോകാനായിട്ടുള്ള. അപ്പോൾ അതിനെ രണ്ട് രീതിയിലും നമുക്കത് കുറച്ച് ഈ സ്റ്റേറ്റ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് രീതിയിൽ. ഒന്ന്, നമ്മളിവിടെ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു, കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലവസരം പല രീതിയിൽ. ഇപ്പോൾ സ്റ്റാർട്ടപ്പിൽ ഇന്ത്യയിൽ, ലോകത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ കേരളം വളരെ ഒന്നാമതാണ് സ്റ്റാർട്ടപ്പ് മേഖലയിൽ. അപ്പോൾ പുതിയ സംരംഭങ്ങൾ, അതുപോലെ പുതിയ ചെറിയ ചെറുകിട വ്യവസായങ്ങളൊക്കെ ഇവിടെ വളരെയധികം കൂടുതലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ 1.5 ലക്ഷം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ അടുത്ത കാലത്തുണ്ടായ നാളുകളിൽ. അപ്പോൾ അങ്ങനെ പുതിയ സംരംഭങ്ങൾ സൃഷ്ടിക്കുകയും പിന്നെ കൂടുതൽ വൈജ്ഞാനിക വ്യവസായങ്ങൾ ഇവിടെ തുടങ്ങാൻ നമ്മൾ ശ്രമിക്കുന്നു. അപ്പം വൈജ്ഞാനിക മേഖലയിലുള്ള സംരംഭങ്ങൾ വളരെ കൂടുതൽ ഇവിടെ അതിൻ്റെ ഒരു കേന്ദ്രമാക്കി ഇവിടെ മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പം ഈ വൈജ്ഞാനിക മേഖലയിലുള്ള സംരംഭങ്ങൾ കൂടുതൽ തുടങ്ങുക, സ്റ്റാർട്ടപ്പ് മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വഴി ഇവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ, നല്ല തൊഴിലുകൾ സൃഷ്ടിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശേഷി മെച്ചപ്പെടുത്താൻ, അതിൻ്റെ ഗുണം നിലവാരം മെച്ചപ്പെടുത്താനുള്ള പരിശ്രമം നടത്തും. ഈ രണ്ട് പരിശ്രമങ്ങളും നമ്മൾ വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതനുസരിച്ച് ഇവിടെയുള്ള അവസരങ്ങൾ കൂടുകയും ഇവിടെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതി വരും. ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഈ സ്ഥിതി വെച്ചുകൊണ്ട് കുറച്ചുകൂടി ആളുകൾ അവിടെ പോയി ഇങ്ങനെ തൊഴിൽ നേടാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഒരു തെറ്റാണെന്ന് തോന്നുന്നില്ല. കാരണം അവരവിടെ പോയി മെച്ചപ്പെട്ട തൊഴിൽ നേടി കൂടുതൽ സ്കില്ലൊക്കെ നേടി അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആളുകളാണ്, അങ്ങനെ അവർ ചെയ്യുവാണെങ്കിൽ ചെയ്തോട്ടെ. പിന്നെ ചിലപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ കൂടുതൽ ശേഷികൾ, നൈപുണ്യങ്ങളൊക്കെ ഉണ്ടാക്കിയവരൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അവരുടെ നൈപുണ്യങ്ങൾ നമുക്കിവിടെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ലോകത്ത്, ഈ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷനൊക്കെ ഇത്രയും വികസിച്ച ലോകത്ത് ആളുകൾ രാജ്യങ്ങളുടെ ബൗണ്ടറി, അതിർത്തിയൊക്കെ ക്രോസ് ചെയ്ത് പോകും. അത് നമ്മളാരും തടയാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ സാധാരണ പ്രവർത്തനങ്ങളാണ്. അതുപോലെ ഇവിടെ മെച്ചപ്പെടുന്നതനുസരിച്ച് തിരിച്ച് ഇങ്ങോട്ടും വരും. അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മെച്ചപ്പെട്ട തൊഴിലുകൾ എങ്ങനെ കൂടുതൽ ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും, വിദ്യാഭ്യാസം എങ്ങനെ ഇനിയും മെച്ചപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ രണ്ട് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ ഇവിടെ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ തിരിച്ചു വരാൻ അതിൻ്റെ ഏർപ്പാട്. അപ്പോൾ നമ്മുടെ ചർച്ചാ പരിപാടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. വളരെയധികം നല്ല കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സംവദിക്കാനും കഴിഞ്ഞു. കവിതയിലുപരി ഒരു ഫിലോസഫറെയാണ് ഞങ്ങൾക്ക് കൂടുതൽ കാണാൻ കഴിഞ്ഞത് താങ്കളിൽ. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, എല്ലാ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് കൂടുതൽ എഴുതാനുള്ള സമയം കിട്ടട്ടെ, കൂടുതൽ വായിക്കാനുള്ള സമയം കിട്ടട്ടെ, കൂടുതൽ നല്ല കൃതികൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. എല്ലാ ആശംസകൾക്കും. ഓക്കെ.